അവരെനിക്ക് തന്നത് ₹1 പരസ്യമില്ലാതെ ഒരു ടെലിവിഷൻ ചാനൽ നടത്താനുള്ള ആത്മവിശ്വാസമാണ്. കാരണം 12 വർഷം ₹1 പ്രതിഫലമില്ലാതെ സഞ്ചാരം എന്നൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാശിന്റെ ഈ പരിപാടിയൊക്കെ നടക്കും. നമ്മള് പ്രവർത്തിക്കുന്ന മേഖലയിൽ പലപ്പോഴും പല ഓണ്ടർപ്രണേഴ്സും ഞാൻ കണ്ടിട്ടുള്ളത് അവര് പ്രവർത്തിക്കുന്ന മേഖലയിലെ തന്നെ അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് ശ്രദ്ധ പോകാറില്ല. ഇതിന്റെ ഓരോ നിസ്സാര കാര്യങ്ങളിലേക്കും നമ്മളെ ശ്രദ്ധ പോകാനും പലരും ധരിക്കുന്നത് പ്രിന്റിംഗ് അറിയുന്ന ഒരു എംപ്ലോയി എനിക്കുണ്ട്, എനിക്ക് പ്രിന്റിങ്ങിന്റെ ഫോർമാനുണ്ട്, അതിന്റെ ജോലിയാണോ അത് ചെയ്യേണ്ടത്. ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ആൾ വിചാരിക്കും നല്ലൊരു കുക്ക് എനിക്കുണ്ട്, നല്ലൊരു ഷെഫ് എനിക്കുണ്ട്, അവന്റെ ജോലിയാണല്ലോ അത് ചെയ്യേണ്ടത്. ഞാൻ പറയും, നിങ്ങൾ ഓണ്ടർപ്രണർ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും അറിവുള്ളയാൾ നിങ്ങളായിരിക്കണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളെക്കാൾ അറിവുള്ള ഒരു ജീവനക്കാരനെ വെച്ച് നിങ്ങൾ നടത്തിയാൽ അത് നാളെ ജീവനക്കാരന്റെ സ്ഥാപനമായിട്ട് മാറും. ഒരു സംശയം ഉണ്ടാവില്ല. ഏത് സ്ഥാപനമാണോ നിങ്ങൾ നടത്തുന്നത് അതിലെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വൈദഗ്ധ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ വിജയമാകൂ എന്ന് ഉറപ്പിച്ചു പറയാം. എന്നാൽ അല്ലാത്ത ആളുകളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് മറ്റൊരു തലത്തിലേക്ക് വളർന്നതിന് ശേഷം രത്തൻ ടാറ്റയ്ക്ക് അയൺ സ്റ്റീലിന്റെ ഉരുക്കലിന്റെ എല്ലാ പ്രോസസ്സും അറിയുന്ന ഫാക്ടറി തൊഴിലാളികളുടെ അറിവുണ്ടാവണമെന്നില്ല. പക്ഷെ അത് അടുത്തൊരു ലെവലിലേക്ക് എത്തുകയാണ്. നമുക്ക് കുറച്ചു മുമ്പ് സംസാരിച്ച കൊച്ചു സാറ്, നിങ്ങൾ നോക്കൂ, അദ്ദേഹം വിജയിച്ചത് എവിടെ നിന്നാണ്? ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് ചിലപ്പോൾ അറിവുണ്ടാവണമെന്നില്ല. കേബിൾ മേക്കിങ്ങിലെ ടെക്നോളജി അദ്ദേഹത്തിന് അറിയണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ബ്രാൻഡായി അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന സ്റ്റെബിലൈസർ ഇൻഡസ്ട്രിയിൽ ആ സ്റ്റെബിലൈസർ വെൽഡ് ചെയ്ത് അയൺ ചെയ്ത് അത് സോൾഡർ ചെയ്തെടുത്തിരുന്നത് അദ്ദേഹത്തെക്കാൾ അറിവുള്ള ഒരു ആള് അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ അറിവാണ് അദ്ദേഹത്തെ ആ മേഖലയിൽ മാസ്റ്ററാക്കി മാറ്റിയെന്ന് ഞാൻ പറയും. അതിനി കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കും. അത് തന്നെയാണ് എന്റെ വിജയമന്ത്രം. ഞാൻ ടെലിവിഷനിലേക്ക് കടന്നപ്പോഴും ഇത് തന്നെയാണ് എന്റെ കരുത്തായി മാറിയത്. ടെലിവിഷനിൽ പരാജയങ്ങളുടെ 10-15 കൊല്ലം കടന്നു പോയപ്പോഴേക്കും എനിക്ക് പണിയെല്ലാം പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. സർവ്വ പണിയും. സഞ്ചാരം എന്നൊരു പരിപാടിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ വിദേശത്തേക്ക് പോയി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ടെലിവിഷൻ ചാനലും അന്ന് 1-2 ചാനലുകളേ ഉള്ളൂ. ഏഷ്യാനെറ്റ് ആരംഭിച്ചിട്ടുണ്ട്, ദൂരദർശനുണ്ട്. കൈരളി തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമുക്ക് ലോക രാജ്യങ്ങളിലൂടെ നടത്തുന്ന യാത്ര, എസ്.കെ. പൊറ്റക്കാട് അക്ഷരങ്ങൾ കൊണ്ട് മലയാളിക്ക് ലോകത്തെ കാണിച്ചു കൊടുത്തെങ്കിൽ ദൃശ്യങ്ങളുടെ ഇക്കാലത്ത് ദൃശ്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ലോകത്തെ മലയാളിയുടെ സ്വീകരണ മുറിയിൽ എത്തിച്ചു കൊടുത്തുകൂടാ എന്ന പ്രപ്പോസലുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആശയം കൊള്ളാം, പക്ഷെ അത് നടക്കില്ല എന്നാണ് അവരൊക്കെ തീരുമാനിക്കുന്നത്. കാരണം ഈ ചാനലുകളിലൊക്കെ നമുക്കറിയാം, ഓരോ പരിപാടികളും ചിത്രീകരിക്കാൻ ഒരു ന്യൂസ് കവറേജിന് പോലും അന്നൊരു 6 പേരെങ്കിലും ഇല്ലാതെ ചിത്രീകരിക്കാത്ത ഒരു കാലമാണ്. അന്നത്തെ വലിയ കൂറ്റൻ ക്യാമറകളാണ്. അതിന്റെ അത്ര കൂറ്റൻ ക്യാമറയെ താങ്ങാൻ പറ്റിയ ട്രൈപോഡ്, വളരെ കനമുള്ള നല്ല സ്ട്രോങ് ആയ ട്രൈപോഡ് ആവശ്യമുണ്ട്. അന്ന് യൂമാറ്റിക് ക്യാമറകളാകുമ്പോൾ അതിന്റെ ഒരു റെക്കോർഡിംഗ് ഡെക്ക് വേണം. അത് തന്നെ ഒരാൾക്ക് എടുക്കാറുണ്ട്. അപ്പൊ ഒരു ക്യാമറ കൊണ്ടുനടക്കണമെങ്കിൽ മിനിമം 3 പേര് വേണം. പിന്നെ തീർച്ചയായിട്ടും ഇത് കൊണ്ടുനടക്കാൻ ഒരു വണ്ടി അത്യാവശ്യം, അപ്പൊ ഒരു ഡ്രൈവർ നിർബന്ധമാണ്. പിന്നെ ഇതിനൊരു ക്യാമറമാൻ വേണം വേറൊരാൾ. അപ്പൊ തന്നെ 5 പേരായി. പിന്നെ ഇതിനൊരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടർ ആരെങ്കിലും വേണം. 6 ആളുകളായി. അപ്പൊ ഒരു ന്യൂസ് കവറേജിന് പോലും 6 പേരില്ലാതെ പോകാൻ കഴിയാത്തൊരു കാലത്താണ് ഞാൻ ലോകത്തെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്ത് കൊണ്ടുതരാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. അന്നും നമ്മള് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൂടെയാണ്. അപ്പൊ ഇവര് തീരുമാനിച്ചു, ആ ചാനലുകളിലെ തലപ്പത്തിരുന്ന ആളുകൾ പോലും അന്ന് വിദേശയാത്രകൾ അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരു കാലത്ത് ഒരു പയ്യൻ വന്നിട്ട് പറയുന്നു അയാൾ വിദേശയാത്ര നടത്തുമെന്ന് മാത്രമല്ല നിരന്തരമായി വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തുള്ള ഒരു പരിപാടി കൊണ്ടുതരുമെന്ന്. തീർച്ചയായിട്ടും അവർ അവിശ്വസിച്ചതിന് അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇന്ന് പോലും അങ്ങനെ ഒരാൾ എന്റെ ഓഫീസിലേക്ക് വന്ന് പറഞ്ഞാൽ അവരെ ഞാൻ അവിശ്വസിക്കും. അതാണ് കാരണം. അപ്പൊ അന്ന് അവരെ അവിശ്വസിച്ചതിന് അവരെ കുറ്റം പറയാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ഞാൻ അപ്പോഴും ചിന്തിച്ചോളൂ, ഇത് സാധ്യമാക്കാൻ എങ്ങനെ കഴിയും? അതിന് ഞാൻ ഈ 6 പേരെ ഒരു പേപ്പറിൽ എഴുതി. ഈ പറഞ്ഞ ക്യാമറ ചുമക്കാൻ വേണ്ട ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ, ട്രാവൽ അറേഞ്ച്മെന്റ്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം ഒരു പരിപാടിക്ക് എത്ര പേര് വേണം. അപ്പോ ആ ഇടയ്ക്ക് തന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഏത് സമയത്തും ടെക്നോളജിയാണ് ഞാൻ
സഹപ്രവർത്തകരെക്കാൾ ഒരു പരിധിവരെ ആശ്രയിച്ചിട്ടുള്ളത്. കാരണം ടെക്നോളജി നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ കാളവണ്ടി കണ്ടുപിടിച്ച കാലം മുതൽ ഇന്നത്തെ ബഹിരാകാശ വാഹനങ്ങൾ വരെയുള്ള ഒരു യുഗത്തിൽ മനുഷ്യന് സാധ്യമായതെല്ലാം ടെക്നോളജിയുടെ തോളിൽ കയറി പറഞ്ഞപ്പോഴാണ്. അപ്പൊ ഞാനെപ്പോഴും ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ടെക്നോളജിക്ക് പലതിനും സൊല്യൂഷൻ തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നയാളാണ്. ക്യാമറയുടെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ യൂമാറ്റിക് ക്യാമറകളിൽ നിന്ന് പുതിയ കാല ഡിജിറ്റൽ ക്യാമറകളിലേക്ക് DV ക്യാം എന്ന് അന്ന് 90കളുടെ മധ്യകാലത്ത് പുറത്തിറങ്ങിയ ക്യാമറകളിലേക്ക് മാറുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഏകദേശം ഈ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ക്യാമറയേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള ഒറ്റ യൂണിറ്റ് ക്യാമറ, ക്യാം കോഡറുകൾ, അതായത് റെക്കോർഡിംഗ് ഡെക്ക് വേറെ ആവശ്യമില്ലാത്ത സിംഗിൾ പീസ് ക്യാമറകൾ പുറത്തിറങ്ങി. അതായത് അന്ന് ചെറിയ ക്യാമറകളുണ്ട്, പക്ഷെ ബ്രോഡ്കാസ്റ്റിനുള്ള ക്വാളിറ്റി വേണം. ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റികൾ ചെറിയ ക്യാമറകൾ ഇറങ്ങി തുടങ്ങിയെന്ന് ഞാൻ അറിയുന്നു. എന്റെ ഒരു സുഹൃത്ത് അത് മമ്മൂട്ടിക്ക് വേണ്ടി അത്ര ഒരു ക്യാമറ ഇവിടെ കൊണ്ടിരുന്നു ഞാൻ അറിയുന്നു. ആ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ ക്യാമറ കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതെത്തുമ്പോൾ മമ്മൂട്ടിയും ഈ ക്യാമറ കൊണ്ടുവന്നയാളുമായി എന്തോ കാര്യത്തിൽ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാവുന്നു. കൊണ്ടുവന്ന എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് എറണാകുളത്ത് അന്നൊരു സ്റ്റുഡിയോ ഉണ്ട്, ലെൻസ്മാൻ എന്നൊരു സ്റ്റുഡിയോ. ഷൗക്കത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു സുഹൃത്താണ് ഷൗക്കത്തും യൂസഫും. അവര് മമ്മൂട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ ക്യാമറ മമ്മൂട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ പേര് ഓർക്കുകയും എന്നോട് ചോദിച്ചു, ഇങ്ങനൊരു ക്യാമറ വന്നിട്ടുണ്ട്, ഇപ്പൊ ഡ്യൂട്ടി അടയ്ക്കാനുള്ള പൈസ തരാമെന്നുണ്ടെങ്കിൽ ക്യാമറ എടുത്തു തരാം, പിന്നത്തെ കാശ് എപ്പോഴും തന്നാൽ മതി. ഇതൊരു സ്വപ്നമായി. മനോരമയുടെ ജനാലയിലൂടെ ആ പ്രസ് കണ്ട് കൊതിച്ചു നിന്ന ഒരാള് പ്രസ് വാങ്ങി മരങ്ങാട്ടുപള്ളിയിൽ ഏറ്റവും മികച്ച പ്രിന്റിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ ടെലിവിഷനെ കുറിച്ച് സ്വപ്നം കാണുന്ന ഏതൊരാളും അന്ന് കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം അതിനുള്ള ഏറ്റവും മികച്ച ക്യാമറകളാണ്. ഞാൻ ക്യാമറയുടെ പടങ്ങൾ മണിക്കൂറുകളോട് നോക്കിയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ട് എനിക്ക്. ക്യാമറയുടെ പടം, കാരണം അന്നൊരു ക്യാമറ സ്വന്തമാക്കുക ഏറ്റവും വലിയ സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നമാണ് എന്റെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ ഡ്യൂട്ടി അടയ്ക്കാനുള്ള പൈസ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട് വരുന്ന ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ആ ദിവസമാണ് ഡയാന രാജകുമാരി കാറപകടത്തിൽ മരിച്ചത്. അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു ആ ദിവസം. അപ്പൊ ഈ ക്യാമറ കൈ കിട്ടിയപ്പോ ഞാൻ നേരത്തെ എഴുതി വെച്ച ലിസ്റ്റിലെ ഒരു 3 പേരങ്ങ് വെട്ടി. കാരണം ഇതെനിക്ക് തന്നെ ചുമക്കാവുന്ന, എനിക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള ക്യാമറയാണ്. ക്യാമറ അസിസ്റ്റന്റുകൾ, ഈ ട്രൈപോഡ് ചുമക്കുന്നയാള്, ക്യാമറയുടെ ഡെക്ക് ചുമക്കുന്നയാള്. അപ്പൊ 3 പേരങ്ങ് വെട്ടി കൈയോടെ. പിന്നെ അവശേഷിക്കുന്ന ഒരു ഡ്രൈവറുടെ പദവിയാണ്. എനിക്ക് ഡ്രൈവിംഗ് എന്നറിയാം. അപ്പൊ ഞാൻ അതിന്റെ നേരെ സന്തോഷ് ജോർജ് കുളങ്ങര എഴുതി. പിന്നീട് പ്രൊഡ്യൂസറുടെ പേരാണ്. ആ പണി നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അവിടെയും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പേര് എഴുതി. പിന്നീടുള്ളത് ക്യാമറാമാന്റെ തൊഴിലാണ്. ക്യാമറമാനായി ഞാൻ അധികം ജോലി ചെയ്തിട്ടില്ലെങ്കിലും അതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു ക്യാമറ വന്നിരിക്കുന്നു. അടുത്ത 2 മാസം കൊണ്ട് ഏറ്റവും മികച്ച ഒരു ക്യാമറമാനായി ഞാൻ മാറുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും അവിടെ പേര് ഒഴിവാക്കിയിട്ടെങ്കിലും ക്യാമറമാനായി 2 മാസം കൊണ്ട് എനിക്ക് മാറാൻ കഴിഞ്ഞു. ക്യാമറയുടെ എല്ലാ ടെക്നോളജികളും ഞാൻ സ്വായത്തമാക്കി. അതിൽ ആദ്യത്തെ പരീക്ഷണം നടത്തിയത് ഞാൻ ഓർക്കുന്നു. അത് ദയനീയമായ പരാജയമായി. അന്ന് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം അന്തരിച്ച ജോസഫ് പുലിക്കുന്നേൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. പാലായിലാണ് ഓശാന എന്ന ഒരു പ്രസ്ഥാനമൊക്കെ അവിടെ വെച്ച് ധാരാളം സിനിമകളൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സ്ഥലമാണ്. കറിയായിരിക്കാം ഭരണങ്ങാനത്തിനടുത്ത് ഇടമറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഓശാന മൗണ്ട് എന്ന് പറയും. അതിന്റെയൊക്കെ ശില്പിയായ ജോസഫ് പുലിക്കുന്നേൽ അദ്ദേഹം നമ്മളെ വലിയൊരു പ്രോത്സാഹകനായിരുന്നു. എന്റെ ഈ സ്വഭാവങ്ങളും ഇത്തരം അത്ഭുതങ്ങൾ കാണിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് വലിയ കൗതുകമാണ്. അപ്പൊ അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഞാൻ ഈ ക്യാമറയൊക്കെ വാങ്ങി ഇങ്ങനെ ചില സ്വപ്നങ്ങളായിട്ട് നടക്കണം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷം, എനിക്ക് കുറെ ആശയങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, അതൊന്ന് ഷൂട്ട് ചെയ്ത് ഒരു പ്രോഗ്രാം ആക്കി തരാൻ പറ്റുമോ? ഞാൻ ചെന്നു, ശരിയേറ്റു. നമ്മുടെ ക്യാമറ അതുമായിട്ട് ആദ്യത്തെ പരിപാടി ജോസഫ് പുലിക്കുന്നേൽ സാറിന്റെ മുഖത്ത് തന്നെ വെച്ചു, ഷൂട്ട് ചെയ്തു. എഡിറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് കാണുന്നത് ഇത് മുഴുവൻ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് മുഴുവൻ. കാരണം ഇതിന്റെ ചെറിയ വ്യൂ ഫൈൻഡറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യൂ ഫൈൻഡറാണ് ഇന്നത്തെ ക്യാമറകൾക്ക്. ഇന്നത്തെ പോലത്തെ LCD സ്ക്രീനൊന്നുമില്ല. ഇതിലൂടെ നോക്കി ഒരു കാൽക്കുലേഷനിലാണ് ഷൂട്ട് ചെയ്യുക. ഫോക്കസ് ഒക്കെ മെഷർ ചെയ്ത് നോക്കിയൊക്കെ എടുക്കുക. അത് നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പലപ്പോൾ പാളിപ്പോകാം. അപ്പോ അത് ആ പാടല് ആദ്യത്തെ പരിപാടിയിലായി. ജോസഫ് സാറ് ഫോക്കസ്ഡ് അല്ലെങ്കിലും സാറിന്റെ വീടിന്റെ ഭിത്തി നല്ല ഫോക്കസ്ഡ് ആയിരുന്നു. പശ്ചാത്തലത്തിലെ ഭിത്തി നല്ല ക്ലിയറായിരുന്നു. പിന്നെ അത് ഒരു തരത്തിൽ സാറിനെ കൊണ്ടുപോയി കാണിച്ചു, സാറേ ഒരു അബദ്ധം പറ്റിപ്പോയി, സാറിന്റെ ശബ്ദം വളരെ ക്ലിയർ ആണ്, അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് എന്ന് പറഞ്ഞു. സാറ് 10,000 രൂപ എടുത്തു തന്നു.
ഇങ്ങനെ സാധാരണ കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതോടെ ഒരു കാര്യം ഞാൻ പഠിച്ചു, എങ്ങനെ വൃത്തിയായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള പണി ജോസഫ് സാർ എന്നെ പഠിപ്പിച്ചു. പിന്നീട് ഇന്ത്യക്കകത്ത് രാമേശ്വരത്തേക്ക്, അല്ലെങ്കിൽ ശ്രാവണബലഗോളയിലേക്ക്, ഹാലിബീഡിലേക്ക്, ഹസനിലേക്ക്, കേരളത്തിലെ തന്നെ വടക്കൻ കേരളത്തിലേക്ക് ഒക്കെ ഞാൻ റിഹേഴ്സൽ യാത്രകളായിരുന്നു. അതായത് അന്ന് കേരള വിശേഷം എന്ന പരിപാടി ആരംഭിച്ചു, ക്യാമറയുമായി സഞ്ചരിച്ചു, ചില സുഹൃത്തുക്കളോടൊപ്പം ഞാൻ തന്നെ ഡ്രൈവറായി, ക്യാമറമാനായി, പ്രൊഡ്യൂസറായി. ഇങ്ങനെ ഏകദേശം പിന്നീട് സഞ്ചാരം ആരംഭിച്ചു. നേപ്പാളിലേക്കുള്ള യാത്ര, പിന്നീട് പല രാജ്യങ്ങളിലേക്ക് യാത്ര. ഇത് സാധ്യമാകുമെന്നായി. ഇത് നമ്മൾ സ്വപ്നം കണ്ട യാത്രാ വിവരണം ലോകരാജ്യങ്ങൾ മലയാളിയുടെ സ്വീകരണ മുറിയിൽ എത്തിച്ചു കൊടുക്കാൻ സാധ്യമാകും എന്ന് തെളിയിച്ചു കൊടുത്തു. അന്ന് മലയാള ടെലിവിഷനിൽ അല്ല, ലോക ടെലിവിഷനിൽ തന്നെ ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ എല്ലാ പണിയും ചെയ്യുന്ന ഒരു ശീലം വന്നില്ല. നിങ്ങൾക്ക് കാരണം അന്വേഷണമൊക്കെ അറിയാം, ആരും ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഏഷ്യാനെറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അതിന്റെ കഥകളൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ കഥകളിലേക്ക് ഒന്നും പോകുന്നില്ല. ഏഷ്യാനെറ്റ് എന്ന ആ ക്യാൻവാസിൽ വരയ്ക്കാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ കിട്ടുന്നത്. ഏഷ്യാനെറ്റ് എന്ന ഒരു അഡ്രസ് സന്തോഷ് ജോർജ് കുളങ്ങരയെ ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു സന്തോഷ് ജോർജ് കുളങ്ങരയാക്കി. നമ്മൾ എപ്പോഴും നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത് നമ്മളാക്കിയ പ്രസ്ഥാനങ്ങളെയാണ്. പലപ്പോഴും ചിലരൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കുറെ കാലം പ്രവർത്തിച്ച് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ പ്രസ്ഥാനത്തെ പരിഹസിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് എനിക്ക് എന്ത് പ്രതിഫലം തന്നു എന്നതല്ല, ഏഷ്യാനെറ്റിന്റെ ആ ബൃഹത്തായ സംവിധാനത്തിലൂടെ കോടിക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന അവരുടെ ഒരു ശൃംഖലയിലൂടെ എന്റെ ഒരു സൃഷ്ടിയെ നിരന്തരം 12 വർഷം സംപ്രേഷണം ചെയ്യാൻ ക്ഷമ കാണിച്ചു എന്നത്, അതിലൂടെ എനിക്കുണ്ടാക്കി തന്ന അഡ്രസ്, എത്രയോ ലക്ഷം വീടുകളിൽ എന്നെ പരിചയപ്പെടുത്തിയതിന് ഞാൻ എത്ര കോടി കൊടുത്താലാണ് അതിന് പ്രതിഫലമാവുക? അതിനെനിക്ക് ഇവരെന്തെങ്കിലും തന്നോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനെനിക്ക് തന്നത് സഫാരി എന്നൊരു ചാനലിന് വേണ്ട ഊർജവും ആശയവുമാണ്. അവരെനിക്ക് തന്നത് 1 രൂപയുടെ പരസ്യമില്ലാതെ ഒരു ടെലിവിഷൻ ചാനൽ നടത്താനുള്ള ആത്മവിശ്വാസമാണ്. കാരണം 12 വർഷം 1 രൂപ പ്രതിഫലമില്ലാതെ സഞ്ചാരം എന്നൊരു പരിപാടി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി കാശിന്റെ ഈ പരിപാടിയൊക്കെ നടക്കും. അതിനുള്ള പല വഴികളും നമ്മൾ തെളിഞ്ഞു വന്നു. അപ്പോ ഏഷ്യാനെറ്റ് എന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേര് സഞ്ചാരത്തിന്റെ പിന്നിലുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ പരിപാടിക്ക് എന്നെ വിളിക്കില്ലായിരുന്നു. കാരണം ആ അഡ്രസ്സിലാണ് ഞാൻ പിന്നീട് സഞ്ചാരത്തിന്റെ ആളായി മാറിയത്. പിന്നെ അങ്ങനെയാണ് മലയാളികൾ എന്നെ അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ സഫാരി ഒരു ചാനൽ തുടങ്ങാൻ ഇടയായത്.